സൗദിക്ക് നേരെ വീണ്ടും മാരകമായ ആക്രമണം അഴിച്ചുവിടാൻ ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതാകട്ടെ വിജയകരമായി തകർക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയെ ലക്ഷ്യമിട്ടുണ്ടായ വൻ വ്യോമാക്രമണ നീക്കങ്ങളെ പ്രതിരോധ സേന വിജയകരമായി തന്നെ തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെ തന്നെ മേഖലയിലേക്ക് തൊടുത്തുവിട്ട 11 ബാലസ്റ്റിക് മിസൈലുകളും 18 ഡ്രോണുകളും തടയുകയും നശിപ്പിക്കുകയും ചെയ്തതായി തന്നെ പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചിരിക്കുകയാണ്. മിസൈൽ അവശിഷ്ടങ്ങൾ ചില ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം പതിച്ചതായും നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റിനെയും സൗദി അറേബ്യയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസോ വഴിയുള്ള ആ ഒരു വാഹന ഗതാഗതം അത് താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൗദി അറേബ്യ പുറപ്പെടുവിച്ച സുരക്ഷാ മുന്നറിയിപ്പുകളെ തുടർന്നുകൊണ്ട് മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളും ഇപ്പോൾ പെരുവഴിയിലായി എന്നതാണ് മറ്റൊരു വസ്തുത. യാത്രക്കാർക്കുണ്ടാകുന്ന അസൗകര്യത്തിൽ ഖേദിക്കുന്നതായും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഗതാഗതം പുനർസ്ഥാപിക്കും. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കുമെന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ഏർലി വാർണിംഗ് വഴി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കിഴക്കൻ പ്രവിശ്യയിൽ സിവിൽ ഡിഫൻസ് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിന്നും അവിടെ ഗ്ലാസ് പ്രതലങ്ങളിൽ നിന്നും അവിടെ വിട്ടുനിൽക്കുവാനും കെട്ടിടങ്ങൾക്കുള്ളിലെ സുരക്ഷിതമായ മുറിയിലേക്ക് ഉടൻ മാറുവാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം അപകടം പൂർണ്ണമായി ഒഴിയുന്നത് അതുവരെ വീടിന് പുറത്തിറങ്ങരുതെന്നും ബാൽക്കണിയിലോ മേൽക്കൂരകളിലോ നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പുറത്തുള്ളവർ എത്രയും വേഗം തന്നെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലോ സുരക്ഷിതമായ മറവിലോ അഭയം തേടണമെന്നും സംഭവ സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കരുന്നത് അത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതും കർശനമായി തന്നെ ഒഴിവാക്കിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കോസ്വേ അടക്കമുള്ള തന്ത്രപ്രധാന പാതകളിൽ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തന്നെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കർശനമായി തന്നെ പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകളായി തന്നെ ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ടവർ സൂചനകൾ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ആക്രമണങ്ങൾ ആരംഭിച്ചത് മുതൽ ഇതുവരെ 903 ഡ്രോണുകളും 83 ബാലസ്റ്റിക് മിസൈലുകളും 9 ക്രൂയിസ് മിസൈലുകളും സൗദി വ്യോമസേന വിജയകരമായി തന്നെ തകർത്തിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും കിഴക്കൻ പ്രവിശ്യയെയും റിയാദിനെയുമാണ് ലക്ഷ്യം വെച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.